ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പറയായിരുന്നു, ശ്രീ തോമസ് ഐസക്കിന് ചായക്കടയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഒരു പരിപ്പോടെ എന്തായാലും വാങ്ങിച്ചു തരണം. ഉണ്ടംപുരി സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ഈ മൈക്കൊന്ന് പിടിച്ചാൽ ഞാൻ താഴോട്ടിറങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രീ തോമസ് ഐസക്കിനോടൊപ്പമാണ്. കുതിര സമാധാന പ്രിയനാണ്. നമ്മുടെ കെ എം മാണിയുടെ ചിഹ്നമായിരുന്നു പണ്ട് കുതിര, ഓർമ്മിക്കുന്നില്ലേ? കുതിരയെന്ന് കരുതി ഒട്ടകത്തിന്റെ ചിഹ്നത്തിൽ വോട്ടിട്ട് അന്ന് കെ എം മാണിയുടെ സ്ഥാനാർത്ഥി തോപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പാലായിൽ നിന്ന് തുടങ്ങിയ യാത്രയാ. അപ്പൊ അങ്ങനെ പത്തനംതിട്ടയിൽ എത്തി നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ജാക്കി ഇവിടെ നിൽക്കൂ. നമ്മളുടെ പടക്കുതിരയുമായി ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. അപ്പോൾ കശിവിടെ ആളുണ്ട്. ഓക്കെ, ബീഹാറിൽ നിന്നുള്ള കുതിരയാ. ഞാനിവിടെ വന്നപ്പോൾ ഒരു കാര്യം കണ്ടു. ഈ ബീഹാറിലെ ആൾക്കാരുടെ അടുത്ത് നിന്നപ്പോൾ ഉണ്ടല്ലോ, ഇവൻ പൊതുവിലും ശാന്തനായി കാണപ്പെട്ടു. പിന്നീടാണ് കാര്യം എനിക്ക് മനസ്സിലായത്. ഇവൻ ബീഹാറിൽ നിന്ന് വന്ന കുതിരയാണ്. പത്തനംതിട്ടയിലെ 10 പേരിൽ 4 പേര് ബീഹാറിൽ നിന്ന്, 2 പേര് ജാർഖണ്ഡിൽ നിന്ന്, 3 പേര് വെസ്റ്റ് ബംഗാളിൽ നിന്ന്. ഇപ്പൊ കണ്ട കണക്കാ. ഇപ്പൊ മതപരമായ ചടങ്ങിൽ പോലും പുറത്തുള്ളവരാ മുത്തുക്കുട പിടിക്കാനും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നത്. 900 രൂപയാണ് കേരളത്തിൽ കിട്ടുന്നത്. ബീഹാറിൽ കിട്ടുന്നത് 300 വെസ്റ്റ് ബംഗാളിൽ കിട്ടുന്നത് 400. പക്ഷെ അവരിൽ പലരും BJP കാരാണ്. ഗുജറാത്തിൽ കിട്ടുന്നത് 280. ആ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് എന്താ കൂടെ കുടിക്കാം അല്ലേ? അപ്പൊ കാശുണ്ടല്ലോ അങ്ങയുടെ കയ്യിൽ? എന്തോ കാശുണ്ടല്ലോ, അത് കുഴപ്പമില്ല. അതൊരു ജനകീയ ഭക്ഷണശാലയാണ്. കാര്യം മലയാളികൾക്ക് ഏറ്റവും വില കുറച്ച് ഭക്ഷണം കൊടുത്ത ഒരു സങ്കല്പം ഉണ്ടാക്കിയ ആളാണ് തോമസ് ഐസക്ക്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം എന്തൊക്കെയാണ് ഐസക് സാറിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം ഒന്നും കൂടി നമുക്ക് നോക്കാം. നമസ്കാരം, സുഖമാണല്ലോ? സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കയറാം. മൈക്ക് പിടിച്ചിരിക്കണം, ഞാൻ പിടിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്നലെ എത്തിയപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞു. അപ്പോൾ മത്സരം ഇത്തവണ ശക്തമാകുമെന്നാണ് ആളുകൾ പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ മത്സരം ശക്തമാകുന്നത് നല്ലതാണ്, ഒരു ജനാധിപത്യ രീതി. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാവിലെ ആൻറ്റോ ആൻ്റണിയെ കണ്ടു. ഇന്നലെ ആൻറ്റോ ആൻ്റണി ഒരു പത്രസമ്മേളനം ആൻറ്റോ ആൻ്റണിക്ക് കുറച്ച് മാനസിക വിഷമം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് എങ്ങനെയുണ്ട് പത്തനംതിട്ട ഇറങ്ങിയപ്പോൾ? ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അത് വേറൊരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പാണ്. പൊളിറ്റിക്സിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ആലപ്പുഴ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുക. ഇത് നമ്മളൊരു അരമണിക്കൂർ വണ്ടി ഓടിച്ചാൽ അടുത്ത വീട്ടിലെത്തത്തുള്ളൂ. അത് ശരിയാ, ബോർഡറാ. പിന്നെ എസ്റ്റേറ്റും കാടും ഒക്കെ അല്ലേ. ആലപ്പുഴ അതില്ലല്ലോ. ആലപ്പുഴയിലാണെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ പോകാൻ കാലെടുത്ത് വെച്ചാൽ മതി. പത്തനംതിട്ടയിലാണെങ്കിൽ വണ്ടി ഓടിച്ചു പോകാം. ഇവിടെ നടന്ന് വീട് കയറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നു. നടത്തം. രണ്ടാമത്തെ വ്യത്യാസം, ആലപ്പുഴ ഈ സ്ട്രെയിറ്റ് റോഡല്ലേ, ഇവിടെ വളഞ്ഞല്ലേ പോവുക. ഇത് രണ്ടെണ്ണം പ്രകടമായ വെല്ലുവിളിയാ അല്ലേ? അതായത് രാഷ്ട്രീയമായ വെല്ലുവിളിക്കും അപ്പുറം ജോഗ്രഫിയുടെ ഒരു വെല്ലുവിളിയുണ്ട്, ഭൂമിശാസ്ത്രത്തിന്റെ വെല്ലുവിളി. ഈ ഭൂമിശാസ്ത്രത്തിന്റെ വെല്ലുവിളിയെ മറികടക്കാൻ സംഘടന വളരെ ശക്തമാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ തവണ വീണ ജോർജ് മത്സരിക്കുമ്പോഴും സംഘടന വളരെ ശക്തമായിരുന്നു. ഇത്തവണയും താങ്കൾക്കൊപ്പം അതുണ്ട്. താങ്കൾ ഈ സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ താങ്കളെ കണ്ടപ്പോൾ ചോദിച്ചിരുന്നതാണ്, താങ്കളാണല്ലോ സ്ഥാനാർത്ഥിയെന്ന്. ആ പ്രചരണവും ഒക്കെ നമ്മൾ വേറെ രീതിയിൽ തുടങ്ങിയിരുന്നു. ഒരു കാര്യം ശ്രീ തോമസ് ഐസക്, ആൻറ്റോ ആൻ്റണിയുമായി സംസാരിക്കുന്ന സമയത്ത് വലിയ കോൺഫിഡൻസ് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ സഭകളിലാണ്, കമ്മ്യൂണിറ്റികൾ അദ്ദേഹത്തിനോടൊപ്പമാണ് എന്നാണ് അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞത്. ഓഫ് റെക്കോർഡായിട്ട് പറഞ്ഞ കാര്യമാണ്, പക്ഷേ നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമുദായങ്ങളെല്ലാം അദ്ദേഹത്തിനോടൊപ്പമാണ് എന്ന ആത്മവിശ്വാസം വലിയ വെല്ലുവിളിയാണ്. 2 കാര്യങ്ങളുണ്ട്. ഈ പുതിയ തലമുറയെ വെറും സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും വോട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാതുള്ള വലിയൊരു വിഭാഗമുണ്ട്. 2, എന്ത് ഈ സമുദായങ്ങളെ കട്ടിപ്പേറായിട്ട് തനിക്ക് കിട്ടൂ എന്ന് അദ്ദേഹം കരുതുന്നത് അത് വലിയ തമാശയാണ്. സമുദായങ്ങളുടെ നിലപാടും മാറിയിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാന മാറ്റം കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ നിലപാടിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്.